അജലത്ത് ധൃതി അത് മിന ഷെയ്ത്താൻ, ഷെയ്ത്താനിൽ നിന്നാണ്. അത് പാടുള്ളതല്ല ദുനിയാവിൻ്റെ വിഷയത്തിൽ. എന്നാൽ ആഖിറത്തിൻ്റെ വിഷയത്തിൽ അജലത്ത് എന്താണ്? അത് സ്തുത്യർഹമായിട്ടുള്ള ഗുണമാണ്. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് ആ വിഷയത്തിലാണ്. വഅജിൽതു ഇലൈക റബ്ബി ലി തർവ. റബ്ബി എന്ന് പറഞ്ഞാൽ യാ റബ്ബ്, എൻ്റെ റബ്ബേ എന്നുള്ളതാണ്. ലി തർവ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഈ റബ്ബിൻ്റെ റിദ അതാണല്ലോ പ്രധാനം. ലി തർവ എന്ന് പറഞ്ഞാൽ റബ്ബെ നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി. എന്താ ഈ റബ്ബിൻ്റെ തൃപ്തി? റബ്ബിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരാളുടെ പരമലക്ഷ്യം ജീവിതത്തിൽ. റബ്ബിൻ്റെ റിദ, തൃപ്തി, അതിന് പാത്രീഭൂതനാവുക എന്നുള്ളത്. അത് ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ആറാഫിൽ വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു വരിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അദീം, ദാലിക ഹുവൽ ഫൗസുൽ അദീം. അവിടെ നോക്കി, വഅദല്ലാഹു, അല്ലാഹു വാഗ്ദാനം ചെയ്തു ആർക്ക്? അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാർക്ക്. എന്താ വാഗ്ദാനം ചെയ്ത്? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ, താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്ന സ്വർഗീയ തോപ്പുകൾ. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗീയ തോപ്പുകളിൽ. വമസാകിന ത്വയ്യിബതൻ, എന്താ വിശിഷ്ടമായ മസാക്കിൻ എന്ന് പറഞ്ഞാൽ മസ്കൻ, താമസ സ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ, അതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇപ്പോൾ ഒരാൾക്ക് സ്വർഗവും സ്വർഗീയ തോപ്പുകളും സ്വർഗീയ വാസസ്ഥലങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പിന്നെ പറയാണ് വരിദ്വാനും മിനല്ലാഹ്. എന്താ വരിദ്വാനും മിനല്ലാഹ്? അള്ളാഹുവിൽ നിന്നുള്ള റിദ്വാൻ, തൃപ്തി. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അക്ബർ എന്നാണ്. അതാണ് ഏറ്റവും വലുതും ഏറ്റവും മഹനീയവും എന്നാണ്. അപ്പോൾ ഈ സ്വർഗീയ തോപ്പുകൾ, സ്വർഗീയ വാസസ്ഥലങ്ങൾ, ഇതിനേക്കാളൊക്കെ മികച്ചതാണ് എന്ത്? അള്ളാഹിൻ്റെ തൃപ്തി, അത് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹദീസിൽ കാണാം, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, യാ അഹ്ലൽ ജന്ന ഹൽ റദീതും, സ്വർഗവാസികളെ നിങ്ങൾ തൃപ്തിപ്പെട്ടോന്ന് ചോദിക്കും, നിങ്ങൾ തൃപ്തിപ്പെട്ടോന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സ്വർഗവാസികൾ പറയും, മാലന ലാ നർദ, പിന്നെ ഞങ്ങളെങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? ഞങ്ങൾക്ക് ഒരു പടപ്പുകൾക്കും നൽകപ്പെടാത്തത് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ ഈ സ്വർഗത്തിൽ. ഒരാൾക്കും നൽകപ്പെടാത്ത അത്ര അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഇനിയും തരും. എന്നിട്ട് എന്താ പറയുന്നത്? ഉഹില്ലു അലൈക്കും റിദ്വാനി. അതാണ് ഉഹില്ലു അലൈക്കും, ഉഹില്ലു അലൈക്കും റിദ്വാനി, നിങ്ങളുടെ മേൽ ഞാൻ അവതരിപ്പിക്കുന്നു റിദ്വാനി. എന്താ റിദ്വാനി? എൻ്റെ തൃപ്തി, എൻ്റെ റിദ. ഉഹില്ലു എന്നാണ്. ഞാൻ സ്വർഗവാസികളോട് അല്ലാഹു പറയുന്നത് ഉഹില്ലു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഇറക്കുന്നു, അവതരിപ്പിക്കുന്നു റിദ്വാനി. ഈ ഉഹില്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഉഹില്ലു അലൈക്കും റിദ്വാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്നിട്ട് ഹദീസിൽ കാണാം ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ എന്നാണ്. ഇനി ഇതിന് ശേഷം ഇനി ഒരിക്കലും എൻ്റെ ദേഷ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് നേരെ എന്നാണ്. ഈ റിദ്വാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടോ പിന്നെ അതിന് മങ്ങലില്ല, അത് മായലില്ല, നിലക്കലില്ല. അള്ളാഹിൻ്റെ റിദ അത് നിലക്കാതെ മങ്ങാതെ മായാതെ തുടരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വരിദ്വാനും അല്ലാഹി അക്ബർ.